ഹലോ എല്ലാവർക്കും ഫിറ്റ്നസ് ട്രാവലേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൗണ്ടി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടിന്ന് മിൽക്ക് മെയ്ഡ് വേണം. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഡ്ബറിൻ്റെ ഡയറി മിൽക്കാണ്. പിന്നെ ഒരു കപ്പ് പാലും കൂടി വേണം. ഇനി നമുക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്വീറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ കുറച്ചൊരു നനവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ചറിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനും മിൽക്ക് മെയ്ഡിനും ഒന്നും പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അത് ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെ നനച്ചെടുക്കാനുള്ള പാകത്തിലുള്ള അത്രയും മിൽക്ക് മെയ്ഡ് നമുക്ക് ആവശ്യമുള്ളൂ. അത് കുഴച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം. നമുക്ക് ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മിനി ബൗണ്ടീസാണ്. അപ്പോൾ ഞാൻ ചെറിയ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ വലുതോ ചെറുതോ ഉണ്ടാക്കാം. ഇപ്പോൾ ഒക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മളിവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് താഴെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് മേലെ വേറൊരു ബൗളിൽ ഇതേപോലെ ചോക്ലേറ്റ് ഇട്ടിട്ട് ആ ഒരു ചൂട് കൊണ്ടിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റായി വരിക. അപ്പോൾ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി സമയം എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു മിക്സ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. കോക്കനട്ട് മിക്സ് നല്ല തണുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നന്നായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ചോക്ലേറ്റ് ചൂടാറി സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ കോക്കനട്ട് ബാർ ഓരോന്നായിലിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വരില്ല.
ഇനി ഞാൻ ബൗണ്ടിൻ്റെ ഡിസൈൻ ഇടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇനി നമുക്കിത് 1 അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമെ നല്ല അടിപൊളി ആയിട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.